ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റും കൂടെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒന്ന് രണ്ട് വേക്കൻസീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ എന്റെ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യട്ടെ. രാവിലെ ഇട്ട ഹമദിന്റെ വേക്കൻസി ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നോക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് പറയാം. ഏതൊക്കെയാണെന്ന് വെച്ചാല്, ഒരു ഫാർമസിസ്റ്റിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. വെയർഹൌസ് ഫാർമസിസ്റ്റിന്റെയാണ് കേട്ടോ. അതിനവര് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വെയർഹൌസിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ERP സോഫ്റ്റ്വെയർ ഒക്കെ സാപ്പിലൊക്കെ എക്സ്പീരിയൻസ് നോളജ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. വിത്ത് ട്രാൻസ്ഫറബിൾ വിസ. അപ്പം ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ. അപ്പൊ ഖത്തറിൽ ഫ്രീ വിസയിലോ ഫാമിലി വിസയിലോ ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. വെയർഹൌസ് ഫാർമസിസ്റ്റിന്റെ ആണ് കേട്ടോ. വെയർഹൌസ് ഫാർമസിസ്റ്റ് ഡ്രഗ് സ്റ്റോറിലേക്കാണ്. അപ്പോൾ QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അടുത്ത വേക്കൻസി HR അസിസ്റ്റന്റിന്റെ ആണ് കേട്ടോ. HR അസിസ്റ്റന്റ് അത് ഫാമിലി വിസയിലോ അല്ലെങ്കിൽ ഫ്രീ വിസയിലോ ഒക്കെ ഖത്തറിൽ ഉള്ളവർക്കാണ് കേട്ടോ. HR അസിസ്റ്റന്റ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെയുള്ള എക്സ്പീരിയൻസ് കേട്ടോ. ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാച്ചിലറോ മാസ്റ്ററോ ഡിഗ്രി ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അപ്പൊ HR അസിസ്റ്റന്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്കാണ്. അപ്പൊ അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണ്ടവര് കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. HR അസിസ്റ്റന്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ ഇട്ടതാണ്. അതായത് കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ് ആണ് കേട്ടോ. പെർഫ്യൂഷനിസ്റ്റിന്റെ പോസ്റ്റാണ്. അത് ഹമദ് ഹോസ്പിറ്റലിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ പെർഫ്യൂഷനിസ്റ്റ് ഫോർ ഖത്തർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇന്നിട്ട വേക്കൻസിയാണ് കേട്ടോ. അപ്പൊ പെർഫ്യൂഷനിസ്റ്റ് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ കയറി നോക്കുക കേട്ടോ. ബാച്ചിലർ ഡിഗ്രി ആണ് അവർ ചോദിക്കുന്നത്. പെർഫ്യൂഷൻ ടെക്നോളജിയിലുള്ള ബാച്ചിലർ ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചോദിക്കുന്നത്. അതിന്റെ മെയിൽ ഐഡി ഒക്കെ അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പെർഫ്യൂഷനിസ്റ്റ് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അല്ലിമാദി ഹോസ്പിറ്റലിലേക്ക് അവരൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതായത് സ്ലീപ്പ് ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസിയാണ് കേട്ടോ. അല്ലിമാദി ഹോസ്പിറ്റലില് അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് RPSGT, CPSGT ഓർ ഇക്വലന്റ് സർട്ടിഫിക്കേഷൻ. ഇതാണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പ്ലസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതായത് സ്ലീപ്പ് ലാബില് ക്ലിനിക്കൽ സെറ്റിംഗ്സിലൊക്കെയുള്ള എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ അതിനകത്ത് അവർ പറയുന്നുണ്ട്. അപ്പോൾ സ്ലീപ്പ് ടെക്നീഷ്യൻ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരൊക്കെ അല്ലിമാദി ഹോസ്പിറ്റലിലാണ് ഇട്ടിരിക്കുന്നത്. മെയിൽ ഐഡി വേണമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഖത്തറില് ഡ്രൈവേഴ്സിന്റെ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ ആണ് കേട്ടോ. അതിന്റെ ഡേറ്റ് 15, 16, 19, 23 ഈ 4 ഡേറ്റിലാണ്. ഒക്ടോബർ 15, ഒക്ടോബർ 16, ഒക്ടോബർ 19, ഒക്ടോബർ 23 ഇത്രയും ദിവസങ്ങളിലാണ്. 9 മണി മുതൽ 5 മണി വരെയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. അതിന്റെ അഡ്രസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖത്തറില് ഡ്രൈവറിന്റെ വേക്കൻസി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് തരാം.
അതിനവർ റിക്വയർമെന്റ് ചോദിച്ചിരിക്കുന്നത് അപ്ഡേറ്റഡ് CV കൊണ്ടുപോകണം, ഖത്തർ ID കൊണ്ടുപോകണം, വാലിഡ് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകണം, ഹെൽത്ത് കാർഡ് കൊണ്ടുപോകണം, വാലിഡ് ഹെൽത്ത് കാർഡ്. അപ്പൊ ഈ 4 റിക്വയർമെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം CVയും ഖത്തർ IDയും ഡ്രൈവിംഗ് ലൈസൻസും ഹെൽത്ത് കാർഡും ഉള്ളവരൊക്കെ ഈ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പം വേക്കൻസി ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ ഓഫീസിൽ വെച്ചാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടവർ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വേറൊരെണ്ണമുള്ളത് ഒരു സ്റ്റോർ കീപ്പിംഗ് അസിസ്റ്റന്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ സ്റ്റോർ കീപ്പിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ മെയിനായിട്ട് ഡ്രൈവേഴ്സിനാണ്. ഡ്രൈവർമാർ ആരെങ്കിലും ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യുക. മെയിൽ IDയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ടെക്നീഷ്യൻ അലിമാദി ഹോസ്പിറ്റല്, പെർഫ്യൂഷനിസ്റ്റ്, ജസീന ഹ്യൂമൻ റിസോഴ്സ്, ഫാർമസിസ്റ്റ്, വെയർഹൌസ് ഫാർമസിസ്റ്റ്. അപ്പൊ ഇത്രയും ഓപ്പണിങ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ജോലി നോക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.